പയ്യന്നൂരിലെ തോൽവിക്ക് കാരണം കടുത്ത വിഭാഗീയതയെന്ന പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ പരാതി. എൻ ചന്ദ്രൻ, പി ഹരീന്ദ്രൻ എന്നിവരാണ് തോൽവി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. കമ്മീഷൻ ഉടൻ പാർട്ടിക്ക് റിപ്പോർട്ട് കൈമാറും. തുടർന്ന് വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പയ്യന്നൂരിൽ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടികൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. പയ്യന്നൂരിൽ എന്തുകൊണ്ട് തോറ്റു? ഇതിന് ഉത്തരം CPM തേടുമ്പോൾ ചെന്നെത്തുന്നത് കടുത്ത വിഭാഗീയതയിലേക്ക്. തോൽവിയെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം N ചന്ദ്രനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രനുമാണ് അന്വേഷിക്കുന്നത്. ഇരുവരും പയ്യന്നൂർ ഏരിയയിലെ പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും കണ്ടു. ഇവരെല്ലാം വിവരിച്ചത് വിഭാഗീയ പ്രവർത്തനങ്ങളെക്കുറിച്ച്. പാർട്ടി നേതൃത്വത്തിൽ ഉള്ളവർ തന്നെ വോട്ടുമറിക്കാൻ കൂട്ടുനിന്നു എന്ന മൊഴിവരെ അന്വേഷണ കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഉടൻ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിക്ക് നൽകും. കോഴിക്കോട് നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ് പയ്യന്നൂർ വിഷയത്തിൽ തീരുമാനം എടുക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നതടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് പോകണോ, താക്കീതിൽ ഒരുക്കി ഏവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകണോ എന്നൊക്കെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം ഉള്ളത്. TI മധുസൂദനെ ലക്ഷ്യമിട്ടാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നത്. രണ്ട് ചേരിയായി പയ്യന്നൂരിലെ പാർട്ടി മാറി. ഇതിൽ മുതിർന്ന നേതാക്കൾ വരെ ഭാഗമായി. പേരെടുത്തു പറഞ്ഞു തന്നെയാണ് അന്വേഷണ കമ്മീഷന് മുന്നിൽ പലരും മൊഴി നൽകിയത്. രാമന്തളി മേഖലയിൽ വൻതോതിൽ വോട്ടുമറിച്ചു. ഇതിന് നേതൃത്വം നൽകിയവരുടെ പേരുകൾ ആ മേഖലയിൽ നിന്നുള്ള നേതാക്കൾ അന്വേഷണ കമ്മീഷന് നൽകി. തെരഞ്ഞെടുപ്പ് വേളയിൽ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ വെട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപത്തിന് അപ്പുറം പാർട്ടിയിലെ വിഭാഗീയതയാണ് തിരിച്ചടിയായത് എന്നാണ് പൊതുവായ മൊഴി. രക്തസാക്ഷി ഫണ്ടിൽ വ്യക്തത വരുത്തിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. ഈ വിഭാഗീയത അവസാനിപ്പിക്കാതെ പാർട്ടിക്ക് തിരിച്ചുവരവ് അസാധ്യമാകും. വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നവരെക്കുറിച്ച് പ്രത്യേകം കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. ഓരോ മേഖല തിരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് കമ്മീഷന് നൽകിയ നിർദ്ദേശം. N ചന്ദ്രൻ അടുത്ത ദിവസം ക്യൂബയിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം മടങ്ങി എത്തിയാലുടൻ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിക്ക് നൽകുമെന്നാണ് അറിയുന്നത്. അടുത്ത സംസ്ഥാന കമ്മിറ്റിയും പിന്നാലെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയും റിപ്പോർട്ട് ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.